ഈ കുടുംബം നേരത്തെ താമസിച്ചിരുന്ന ചേലേമ്പ്രയിലെ വാടക വീട്ടിൽ നിന്ന് അരുൺ അമൃതനാഥ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, വളരെ കഷ്ടമാണ്. ഈ വീട്ടിൽ നിന്നാണ് അവരെ ഇറക്കി വിട്ടത്. കളക്ട്രേറ്റിന് മുന്നിലാണ് ഇവരുള്ളത്. ഒരുപാട് പേർ സഹായവുമായി എത്തുന്നുണ്ടല്ലോ. ഈ വാടക വീട്ടിൻ്റെ മുന്നിൽ അവിടെ പരിസരവാസികളൊക്കെ ഉണ്ടോ? അയൽവാസികളുമായൊക്കെ ഇവർ നല്ല ബന്ധത്തിലായിരുന്നു. വിവരങ്ങളൊക്കെ എന്താണ്? നമ്മൾ ഇവിടെ എത്തുമ്പോൾ തന്നെ കാണാൻ കഴിയുന്ന കാഴ്ച അതീവ ദുഃഖകരമാണ്. ഇന്നലെ മുഹമ്മദ് ഷഹീദ് പുറം ലോകത്തെ അറിയിച്ച ആ വാർത്ത പോലെ തന്നെ അത്തരത്തിൽ അന്തി ഉറങ്ങാൻ ഇടമില്ലാതെ ഒരു ഉമ്മയും മകനും കളക്ട്രേറ്റിന് മുന്നിൽ അഭയം തേടുകയാണ്. എന്തെല്ലാം സാഹചര്യം ഉണ്ടായാലും, എന്തെല്ലാം കാരണങ്ങളുണ്ടായാലും അത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയായിരുന്നു. അത്തരത്തിൽ വലിയ വേദന ഉണ്ടാക്കുന്നതാണ്. പിന്നാലെയാണ് നമ്മൾ ഈ വീട്ടിലെത്തുന്നത്. നേരത്തെ ഇന്നലെ ഷഹീദൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ, ഉമ്മ പറഞ്ഞതുപോലെ തന്നെ ഈ സാധനങ്ങളെല്ലാം തന്നെ, അതായത് ഈ ഒരു വഴിയിൽ നിന്നാണ് ഈ വീട്ടിലേക്ക് കയറി വരുന്നത്. ഈ ഇത്രയും ദൂരത്തിലെല്ലാം ഈ വീട്ടുപകരണങ്ങളെല്ലാം തന്നെ ഇവിടെ ഇറക്കി വെച്ചത് തന്നെ നമുക്കിപ്പോൾ ദൃശ്യത്തിൽ കാണാം. വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും, വാഷിംഗ് മെഷീനും ടി വിയും ഉൾപ്പെടെയുള്ള എല്ലാ വീട്ടുപകരണങ്ങളും പുറത്ത് ഇറക്കി വെച്ചിട്ടുണ്ട്. കാരണം ഈ വീട്ടിലാണ്, ഈ കാണുന്ന ഈ വീട്ടിലാണ് ഇവർ 2 വർഷത്തോളമായി, 2022 3 വർഷത്തോളമായി ഈ വീട്ടിലായിരുന്നു. ഈ സംഭവം ഉണ്ടായതിനു ശേഷം, അതായത് ഈ മകളുടെ പീഡനവും അതിനുശേഷം ഇവർ ഇങ്ങോട്ടേക്ക് മാറുകയായിരുന്നു. ഈ ഫറൂഖിൽ നിന്ന് ചേലേമ്പ്ര എന്ന് പറയുന്ന കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയിലാണ് ഈ ചേലേമ്പ്ര എന്ന് പറയുന്ന പ്രദേശം. ഈ മേഖലയിലേക്ക് മാറുകയാണ്. ഒരു പ്രദേശവാസി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇവരാണ് ഇന്നലെ ഇവരെയൊക്കെ സഹായിച്ചതും ഒക്കെ അല്ലേ, ഇവരെ കോഴിക്കോടേക്ക് പറഞ്ഞയച്ചതും ഒക്കെ. നമ്മൾ നൗസാക്കാണ് നമ്മളെ വിളിക്കല് എന്താ ആവശ്യത്തിനൊക്കെ. മൂപ്പര് കോണ്ടാക്ട് ചെയ്യും. എന്താ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ എന്താ സഹായിക്കാൻ വേണ്ടെങ്കിലും മൂപ്പര് എന്താ തരും, ഇവിടെ കൊണ്ടുകൊടുക്കും. ഇന്നലെ വിളിച്ച് ഇവിടെ കോടതിയിൽ നിന്ന് മറ്റേ പോലീസ് പറഞ്ഞപ്പോൾ അങ്ങനെ വന്നതാണ്. ഇന്നലെ തീർത്തും അപ്രതീക്ഷിതമായിട്ടാണോ ഇവരോട് ഇങ്ങനെ പറഞ്ഞത്? 2-3 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞു. പിന്നെ ഇവർക്ക് ഒന്നുമില്ല, പോകാനുള്ള ഒരു ഇടയില്ലല്ലോ. അപ്പം ഇന്നലെ മുസ്ലിം എന്ന് പറഞ്ഞ ആള് വീട്ടിലേക്ക് അങ്ങനെ രാത്രി മൂപ്പര വീട്ടിലേക്കാണ് പോയത്, കുന്നമംഗലം അടുത്തുള്ള. ഇന്നലെ ഈ ഒരു കാര്യം അവരോട് പറഞ്ഞിട്ടുണ്ടാവല്ലോ, അവരുടെ സാഹചര്യമൊക്കെ. അപ്പോഴും ഇവരെന്താണ് പറഞ്ഞത്? ഈ വീട്ടുടമസ്ഥർ എന്താണ് പറഞ്ഞത്? വീട്ടുടമസ്ഥർ അത് കോടതി മുഖാന്തരം ഒഴിപ്പിച്ചതാണ്. പിന്നെ അവരുടെ ടീം തന്നെ വന്ന് ഫുള്ള് സാധനമൊക്കെ പുറത്തേക്ക്, അവരും 3 കൊല്ലമായി ഇവിടെ താമസമല്ലേ, അങ്ങനെ ഒഴിപ്പിച്ചത്. അവർ തന്നെ, അവരുടെ ആളുകളൊക്കെ വന്ന് തന്നെയാണ് ഈ സാധനങ്ങളൊക്കെ പുറത്തേക്ക് ഇറക്കി വെച്ചത്. അവരുടെ ടീം തന്നെ, ഉടമസ്ഥൻ്റെ ടീമാണ്, വീടിൻ്റെ ഉടമസ്ഥൻ്റെ ആൾക്കാരാണ് ഇതൊക്കെ സാധനമൊക്കെ ഒഴിവാക്കിച്ചത്. ഈ 3 വർഷത്തോളം ആയിട്ട് ഇവരിവിടെ തന്നെ ഉണ്ട്, നിങ്ങളൊക്കെ ആയിട്ട് നല്ല ബന്ധം? അവിടെ 3 കൊല്ലമായിട്ട് തന്നെ ഉണ്ട്. വളരെ ഒരു സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാഴ്ച കൂടിയാണല്ലേ. തീരെ ഈ ഒരു വാർത്ത പുറലോകം അറിയുമ്പോൾ തീരെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ എങ്ങനെയാണ്. ഞാനും ഇതെന്ന് പറഞ്ഞാൽ 3 കൊല്ലമായിട്ടുള്ള പരിചയമാണ്. നമ്മളെന്താ പറഞ്ഞാൽ അന്ന് കുട്ടി മരിച്ചതിൻ്റെ ശേഷം ഉള്ള എന്താ, അവിടുന്ന് കോഴിക്കോട് നിന്ന് പോലും വിളിക്കൂ, എന്താ ആവശ്യത്തിന് എന്താ പറയുമ്പോൾ അവിടെ കൊണ്ടുകൊടുക്കൂ, അങ്ങനെയുള്ള ബന്ധം. അപ്പോൾ ഇന്നലെ കുറേ ആടുകളും, അപ്പോൾ നൗസാക്ക് ഞാൻ പണിക്ക് പോകുമ്പോൾ നൗസാക്ക് വിളിച്ചതാണ്, ഈ സാധനം ഒന്ന് ഇതാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. അങ്ങനെ ആവശ്യം ഉന്നയിച്ചു, ഇതൊക്കെ ഒന്ന് കൊണ്ടുപോകാൻ സഹായിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങളൊക്കെ എത്തിയതല്ലേ? ഇന്നലെ ആടിനൊക്കെ വണ്ടി കയറ്റി കൊടുത്ത് അങ്ങനെ മലപ്പുറം കോഴിക്കോടേക്ക് പോകാൻ പറഞ്ഞിട്ട് അങ്ങനെ പോയത്. അതെ, ആടുകളൊക്കെ ഉമ്മയ്ക്കൊപ്പം ഈ കളക്ട്രേറ്റിന് മുന്നിലേക്ക് ആടുകളൊക്കെ ആയാണ് എത്തിയത്. ആടുകളുടെയൊക്കെ കൂടൊക്കെ നമുക്ക് ഇവിടെ കാണാം. അങ്ങനെ ആ വാഹനത്തിലൊക്കെ കയറ്റാനും ഉൾപ്പെടെ സഹായിച്ചത് ഇവരാണ്. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഇവരെ വിവരം അറിയിക്കുന്നത്. അങ്ങനെ ഇവരെത്തി പ്രദേശവാസികൾ 2 പേരുടെ സഹായത്തോടെയാണ് ഉമ്മയും മകനെയും ഇവിടെ നിന്ന് യാത്രയാക്കിയത്. അവരുമായി നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവർ പ്രതികരിക്കാൻ തയ്യാറാണോ? നിലവിൽ അത്തരത്തിലുള്ള ഒരു പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടില്ല. ഈ ഉടമസ്ഥരുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇതിന് ശേഷം എന്തെങ്കിലും പ്രതികരണം നടത്തിയോ? അവരുമായിട്ട് എന്തെങ്കിലും സംസാരിച്ചോ? ഈ ഉടമസ്ഥരും എന്തെങ്കിലുമൊക്കെ ഒരു പ്രതികരണം നടത്തി ഒരു സംഭവത്തിന് ശേഷം? ഈ ഇവിടെ താമസിച്ച ടീം ഒരുപാട് കുറച്ച് വാടക കൊടുക്കാനൊക്കെ ഉണ്ട്. ഇവർക്ക് സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലല്ലോ, അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടിലാണ്. മറ്റുള്ളവർക്ക് സഹായിക്കുന്നതിന് ചെലവിനൊക്കെ സഹായിക്കുന്ന പരിമിതികളില്ലേ, ബുദ്ധിമുട്ടുകൊണ്ടാണ്. കോഴിക്കോടത്തെ നൗസാക്കായാലും സാമ്പത്തികമായിട്ട് കുറച്ച് സഹായിക്കുന്നുണ്ട്, ഒരുപാട് അവർക്കും കഴിയില്ലല്ലോ, അതിനൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇന്നലത്തെ ഈ സംഭവത്തിന് ശേഷമായി ഇന്നലെ അവർ കളക്ട്രേറ്റിന് മുന്നിലെത്തി വാർത്തയൊക്കെ ആയതിനു ശേഷം അവരുമായി എന്തെങ്കിലും സംസാരിച്ചിരുന്നോ? ഈ ഉടമസ്ഥരുമായൊക്കെ സംസാരിച്ചിരുന്നോ? സംസാരിച്ച് അപ്പോൾ എന്താ സർക്കാർ ചെറുങ്ങനെ എന്താ ഇത്, അപ്പോൾ ഈ കുട്ടിക്ക് താമസിക്കാൻ കഴിയില്ല, അപ്പോൾ അതും ബുദ്ധിമുട്ടല്ലേ. ഒരു കുട്ടികളുടെ അപ്പോൾ +1 പഠിക്കുകയാണ്, അപ്പോൾ അതും ബുദ്ധിമുട്ടാണ്.
അപ്പോൾ അതിനുള്ള സൗകര്യം ഇപ്പോൾ തൽക്കാലം നിൽക്കാനാണ് മുസ്ലിം കുന്നമംഗലത്തിൽ മുസ്ലിൻ്റെ വീട്ടിലേക്ക് മൂപ്പര ഭാര്യയോ ഒല്ലാണ്ട് കൊണ്ടുപോയിക്കോളാണ് ഇന്നലത്തെ ഒരു അന്തി ഉറങ്ങാനും അവിടെ പോകാൻ പറഞ്ഞു. അതെ, നേരത്തെ ഷഹീദ് സൂചിപ്പിച്ചതുപോലെ ഈ അൽവാസി സൂചിപ്പിച്ചതുപോലെ ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ്. പക്ഷേ നമുക്കൊരു ശാശ്വത പരിഹാരം ഇനി എന്തായാലും വേണം. കാരണം അത്രമേൽ ദുഃഖകരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അന്തി ഉറങ്ങാൻ ഇടമില്ലാതെ ഒരു ഉമ്മയും മകനും ജീവന മാർഗമായ ആടുകളും ഉൾപ്പെടെയായി കളക്ട്രേറ്റിന് മുന്നിലെത്തി ഇരിക്കുന്നു എന്ന ഒരു കാഴ്ച. അതിന് പിന്നാലെയാണ് നമ്മൾ ഈ വീട്ടിലേക്ക് എത്തുന്നത്. ഈ വീട് കണ്ടതാണ് അതിദയനീയമായ ഒരു കാഴ്ച തന്നെയാണ്. എല്ലാ വീട്ടുപകരണങ്ങളും സാമഗ്രികളും വീട്ടുപകരണങ്ങൾ ഇത്രയും നാൾ അവർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളൊക്കെയും എടുത്ത് പുറത്തേക്ക് വച്ചിരിക്കുന്നു. വീട് പൂട്ടി ഈ സാധനങ്ങളെല്ലാം പുറത്തേക്ക് വെച്ചിരിക്കുന്ന കാഴ്ചയാണ്. 3 വർഷമായി താമസിക്കുന്ന ഇടമാണ്. അവിടെ നിന്നാണ് നിർദാക്ഷിണ്യം ഇവർ ഇറക്കി വിട്ടത്. വീട്ടുടമസ്ഥരുമായി സംസാരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് ഇവരെ ഇത്രയും നിരാലംബരായ മനുഷ്യർ, ബുദ്ധിമുട്ടും ദുരിതവും അനുഭവിക്കുന്ന മനുഷ്യർ, അവരെയാണ് ഇറക്കി വിട്ടത് യാതൊരു മനസാക്ഷിയും ഇല്ലാതെ? ഇതിൽ സർക്കാർ ഒരു തീരുമാനമെടുക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഒരു മകനുണ്ട്, അമ്മയ്ക്കും മകനും ഒരുമിച്ച് താമസിക്കാൻ ഒരവസരം ഉണ്ടാവുകയായിരിക്കും ഏറ്റവും നല്ലത്. രണ്ടാളെയും 2 സ്ഥലത്തേക്ക് മാറ്റിയാൽ, ഏതെങ്കിലും ഷെൽട്ടറുകളിലേക്ക് മാറ്റിയാൽ അതൊരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരിക്കും. 2 ആൾ മാത്രമാണുള്ളത്. സങ്കടങ്ങൾ പങ്കുവച്ചും കരുതലായി കൂടെ നിന്നും ഒരുമിച്ച് എപ്പോഴും ഉണ്ടാവുന്നതായിരിക്കും 2 പേരുടെയും മാനസികാരോഗ്യത്തിനും നല്ലത് എന്ന് തോന്നുന്നു. അത്തരത്തിലൊരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് വളരെ ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയുമാണ്, അഭ്യർത്ഥിക്കുക കൂടി ചെയ്യുന്നു. അരുൺ അമൃതനാഥാണ് വിശദാംശങ്ങൾ നൽകിയത്.